ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. 1. ആരുടെ പേര് പോലും മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്? ഉത്തരം പാപികളുടെ. 2. സത്കീർത്തിയിൽ എന്തായിരിക്കുക എന്നാണ് 41:12 പറയുന്നത്? ഉത്തരം ശ്രദ്ധാലു ആയിരിക്കുക. 3. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഉത്തരം സത്കീർത്തി. എന്തിൻ്റെ ദിനങ്ങളാണ് പരിമിതം? ഉത്തരം നല്ല ജീവിതത്തിൻ്റെ. 5. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്. ശാശ്വതമായത് എന്ത്? ഉത്തരം സത്കീർത്തി. 6. പ്രഭാഷകൻ 41 അധ്യായം 1 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങളിൽ മരണം എന്ന പദം എത്ര പ്രാവശ്യം കാണുന്നു? ഉത്തരം 3 പ്രാവശ്യം. 7. എന്ത് സംബോധനയോടെയാണ് ഉപദേശങ്ങൾ പാലിക്കാൻ പറയുന്നത്? ഉത്തരം കുഞ്ഞുങ്ങളെ എന്ന്. 8. എന്ത് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. അത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ആര്? ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. 10. പ്രഭാഷകന്റെ വാക്കുകളെ എന്തു ചെയ്യാനാണ് പറയുന്നത്? ഉത്തരം ആദരിക്കുക. 11. എന്തിനെക്കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എന്നാണ് പറയുന്നത്? ഉത്തരം എല്ലാറ്റിനെയും കുറിച്ച്. 12. ആരുടെ മുമ്പിൽ വ്യാജം പറയുമ്പോൾ ലജ്ജിതരാകും? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 13. സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്തു ചെയ്യുമ്പോഴാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അനീതി പ്രവർത്തിക്കുമ്പോൾ. 14. ആരുടെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിലാണ് ലജ്ജാഭരിതനാകേണ്ടത്? ഉത്തരം ദൈവത്തിൻ്റെ. 15. ഏതവസരത്തിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ഭക്ഷണാവസരങ്ങളിൽ. 16. ക്രയവിക്രയങ്ങളിൽ എന്തു കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം കാപട്യം. 17. പ്രത്യാഭിവാദനം ചെയ്യാതിരിക്കുന്നത് ലജ്ജാകരമാണെന്ന് രേഖപ്പെടുത്തിയ വചനഭാഗമേത്? ഉത്തരം പ്രഭാഷകൻ 41:20. 18. അന്യൻ്റെ എന്തെല്ലാം അപഹരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ഓഹരിയോ സമ്മാനമോ. 19. അന്യൻ്റെ ഭാര്യയെ എങ്ങനെ നോക്കുന്നതിൽ ലജ്ജിക്കപ്പെടണം? ഉത്തരം ദുർമോഹത്തോടെ. 20. ആരുമായി ബന്ധപ്പെടുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം അന്യൻ്റെ ദാസിയുമായി. 21. സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ എന്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം വഷളായ സംസാരത്തിൻ്റെ പേരിൽ. 22. എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം ദാനം ചെയ്തിട്ട്. 23. പരദൂഷണം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ 41:23 പറയുന്നത്? ഉത്തരം രഹസ്യം. 24. അപ്പോൾ ഡാഷ് ലജ്ജയായിരിക്കും നിൻ്റേത് പൂരിപ്പിക്കുക? ഉത്തരം ഉചിതമായ. 25. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും എന്തു ചെയ്യുമ്പോൾ? ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ. 26. ലജ്ജ എന്ന പദം ലജ്ജാശീലം എന്ന ശീർഷകത്തിന് കീഴെ എത്ര തവണ കാണാൻ സാധിക്കും? ഉത്തരം 8 തവണ. 27. പ്രഭാഷകൻ 41:3 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം ഉൽപ്പത്തി 3:19. 28. പ്രഭാഷകൻ 41:11 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം സങ്കീർത്തനം 9:5, സുഭാഷിതങ്ങൾ 10:7. 29. സഭാപ്രസംഗകൻ
41:2 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം സുഭാഷിതങ്ങൾ 22:1, സഭാപ്രസംഗകൻ 7:1. 30. എന്ത് സംബോധനയോടുകൂടിയാണ് പ്രഭാഷകൻ അധ്യായം 41 ആരംഭിക്കുന്നത്? ഉത്തരം മരണമേ. 1. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ എങ്ങനെ ജീവിക്കുന്നവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സമാധാനപൂർവം. 32. അല്ലലില്ലാതെ എന്തെല്ലാം ഉള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം എല്ലാ ഐശ്വര്യങ്ങളും. 33. എങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അല്ലലില്ലാതെ. 34. എന്ത് നിറഞ്ഞവന് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അല്ലൽ നിറഞ്ഞവന്. 35. സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ എന്ത് പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം നീരസം. 36. എന്ത് നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ട്. 37. എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം മരണവിധിയെ. 39. മർത്യവർഗത്തിനുള്ള ആരുടെ തീർപ്പാണ് മരണവിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ. 40. പ്രഭാഷകൻ 41:4 പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഉത്തരം അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും? 41. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ. 42. അത്യുന്നതൻ്റെ എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം ഹിതം. 43. ആയുസ് എത്രയൊക്കെ വർഷങ്ങളായിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം 10, 100, 1000 വർഷം. 44. പാപികളുടെ സന്താനങ്ങളുടെ എന്ത് നശിച്ചു പോകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അവകാശം. 45. പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്ത്? ഉത്തരം നിത്യനിന്ദയ്ക്ക് പാത്രമാകും. 46. പാപികളുടെ സന്താനങ്ങളുടെ ആരാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഉത്തരം പിൻതലമുറ. 47. അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത്. ഇവിടെ പറയുന്ന അവൻ, അവർ എന്നിവർ ആരെല്ലാം? ഉത്തരം അവൻ ദൈവഭയമില്ലാത്ത പിതാവ്, അവർ മക്കൾ. 49. ന്യായാധിപന്മാർ 41:8 ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 50. പ്രഭാഷകൻ 41:8 സംബോധന എന്ത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ. 51. ആരുടെ കൽപ്പന നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ.